ഇന്ന് കേരളത്തിലെമ്പാടും ഗണേശോത്സവം നടക്കുകയാണ്. ഭാരതത്തിലെമ്പാടും ഗണേശോത്സവം നടക്കുകയാണ്. എന്നാൽ ഗണേശനിൽ വിശ്വസിക്കാത്ത, മുൻ മന്ത്രി പറഞ്ഞതുപോലെ ഗണപതി എന്ന് പറയുന്നത് മിത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഗണപതിയെ പൂജിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പ്രഖ്യാപിക്കുന്ന, ഗണപതി ഹോമം അനാചാരമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിരീശ്വരവാദികൾ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ലജ്ജയുണ്ട്. എന്നാലും ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമൊക്കെയായി നിങ്ങൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണാധികളെല്ലാം തന്നെ നിരീശ്വരവാദികളായ, നാസ്തികരായ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെല്ലാം തന്നെ വിശ്വാസികളാണ്. യാതൊരു സംശയവുമില്ല, അവർ വിശ്വാസികളാണ്. പക്ഷേ ഗണപതിയെ പൂജിക്കുന്നത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണ് എന്നുള്ളതാണ്. ആ ഭരണാധികാരിയുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും ഭരണാധികാരിക്ക് വേണ്ടി ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുകയാണ്. ഇവിടുത്തെ ജ്യോത്സ്യന്മാരെ സമീപിക്കുകയാണ്. അവരുടെ കുറിപ്പടി അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഗണപതി ഹോമം ചെയ്യുകയാണ്. ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പമ്പയിൽ നടക്കുന്ന ആഗോള ഗണപതി സംഗമം അല്ല, ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്മാരോടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അവരും ക്ഷമിക്കട്ടെ. എന്തായാലും എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു മാധ്യമം, ഒരു ചാനൽ, ഓൺലൈൻ ചാനൽ നമ്മുടെയൊക്കെ മുന്നിൽ തുറന്നു പറഞ്ഞു ചില കാര്യങ്ങൾ. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുകയല്ലേ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പലതും അത് മനസ്സിലാകാതെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് സഹകരണം വാഗ്ദാനം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്നാണ് ഈ വിഡ്ഢിത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ഗണപതി ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പമ്പയിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് സദ്യ കഴിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ പാപഭാരം നിങ്ങൾ കൂടി ചുമക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ചെയ്യപ്പെടുന്ന വിഷയം. എന്തായാലും ശരി, ഇന്ന് ഈ കേരളത്തിൽ അവിശ്വാസിയില്ല, ഇന്ന് ഈ കേരളത്തിൽ നാസ്തികനില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കേവലം വോട്ടിന് വേണ്ടി, വോട്ടിന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംഘടിത മതവിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഇവിടുത്തെ അന്ധവിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മനസ്സാക്ഷി കുത്താണ് അവർ ചെയ്യുന്നത്. അതിനെ ഒന്ന് ഇറക്കി വെക്കുവാൻ, ആ പാപഭാരം ഇറക്കി വെക്കുവാൻ, ആ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ പരിഹാര കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം, ഗണപതിക്ക് ശക്തിയുണ്ട്. ഗണപതി മിഥ്യയല്ല, ഗണപതി മിത്തല്ല. ഗണേശോത്സവം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല, അനാചാരമല്ല.